ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. പാദസരങ്ങൾ കൺമഷി ചാന്ത് ലിപ്സ്റ്റിക് ബനാറസ് കാഞ്ചീപുരം സാരികൾ വാർമുടി ബ്രേസിയേഴ്സ് പാൻറ്റീസ് വലിയവർക്കും വാങ്ങാം ചെറിയവർക്കും വാങ്ങാം. വേണ്ടേ? അതെ, ഈ വക സാധനങ്ങളൊന്നും വളപ്പിനകത്ത് കയറ്റാൻ കൊള്ളില്ല. അമ്മായിയുടെ കുട്ടി അകത്തേക്ക് പോ. അമ്മായി ഒന്ന് കുളിച്ചിട്ട് വരാം. ഈ സൈസ് ഞാൻ എടുക്കൂല. കമ്മൽ വെള്ളി പാദസരങ്ങൾ കൺമഷി ചാന്ത് ലിപ്സ്റ്റിക് ബനാറസ് കാഞ്ചീപുരം സാരികൾ വാർമുടി ബ്രേസിയസ് പാൻറ്റീസ്. എന്താടാ നിന്റെ കാലുമേൽ അമ്മയ്ക്കാല് കെട്ടിത്തൂക്കിണ്ടോ? നടന്നവര് നീങ്ങായ ചൊല്ലക്കൂടാതെ കാതലി കാതലി. ഉമ്മക്കൊന്ന് വിളിച്ചാലോ? ഈ തള്ളക്ക് ചെറിയ പ്രാന്തൊന്നുമല്ല. നീ എന്താണ്ടി കുളത്തിന്റെ അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞേ? ഏട്ടൻ ലീവിന് വന്ന് പോയിട്ടില്ല. എന്നാ ഞാൻ പോട്ടെ. എന്തേ അത്രയ്ക്ക് പേടിയാ ഏട്ടനെ? നിന്റെ ചേട്ടന്റെ വിചാരേ ഞാനിതൊന്നും നുഴഞ്ഞേറ്റക്കാരനാ. എന്താ ശരിയല്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ ഇളകാണ്ട് അങ്ങേരങ്ങാൻ കണ്ടു കഴിഞ്ഞാ പിന്നെ അത് മതി. ഓ പിന്നെ ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴാണ് ആളുകളുടെ ഫീസ് അടിച്ചു പോണത്. വേണ്ടാന്ന് വിചാരിച്ചാലും ശേ. എന്നാ പിന്നെ വരും പോലെ വരട്ടെ. എവിടേക്ക് പാഞ്ഞോളൂ ചേട്ടാ? ഒരു പന്നീനെ വെടി വെച്ചോലാണ്ട്. എന്താ നീ വരുന്ന? ഞാനില്ല. റുക്കോ റുക്കോ റുക്കോ. പോയവൻ പഞ്ചായത്ത് കണ്ടുപോരുത്. പഞ്ചായത്ത് കണ്ടുപോലും ഇല്ലാഞ്ഞത് അവന്റെ ഭാഗ്യം. പോടാ പോടാ പോടാ. അതെടുത്ത് വയ്ക്ക്.
കടുപ്പത്തിലൊരു ടീ. അടുപ്പത്തൊന്നും ഇല്ല. ടീ ടീ. അപ്പഴേ ഞാൻ പറഞ്ഞത് സമാവർ കെടുത്തണ്ടാന്ന്. ഇപ്പൊ കണ്ട ചായക്ക് ആള് വരണത്. ഓടി അവിടുന്ന്. അച്ഛൻ ഭയങ്കര ചൂടിലല്ലേ? അച്ഛനല്ല, ഭർത്താവാ. ഭർത്താവ്? വെരി ഗുഡ്. വെള്ളം തരുമോ? ദേ ഇപ്പൊ തരാം. ഇവിടെ ക്ലബ്ബുകാർ നടത്തുന്ന ഒരു തീറ്റ മത്സരമുണ്ടേ. ഓഹോ. ആൾക്കാർ മുഴുവൻ അവിടെയാ. ഇത്രയും നേരായിട്ടും കടയിലൊരു ഈച്ച പോലും ഇല്ലാത്തന്റെ ചൂടിലെ ആള് അതാ. തീറ്റ മത്സരം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ശ്രീ വിനായക സംഘം അവതരിപ്പിക്കുന്ന 12ാമത് തീറ്റ മത്സരം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നതാണ്. ഈ പറഞ്ഞത് തന്നെ പറയാൻ തുടങ്ങിയിട്ട് കുറെ നേരം ആയല്ലോ. ആളുകളുടെ ക്ഷമ പരീക്ഷിക്കാൻ തുടങ്ങിയ നിനക്ക് തന്നെ നല്ലത്. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അവസാന നിമിഷമാണ്. ആർക്കെങ്കിലും പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇരിപ്പിടങ്ങൾ സ്വന്തമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അവിടെ ശ്രീ വിനായക സംഘത്തിന്റെ 12ാമത് തീറ്റ മത്സരം. അമ്പാളെ തന്നെയാ പെണ്ണ്. പിന്നെ അന്റെ സർട്ടിഫിക്കറ്റ് വേണല്ലോ ഓളക്ക്. അമ്പാളിന്റെ ഒറ്റ പിടിക്കാനല്ലേ ഇത്. ഇല്ലെങ്കിൽ ഇവിടെ ഇട്ടിൽ പരിപാടി നടക്കുമോ? നടക്കും. അതാ ഞാൻ പറഞ്ഞത്, അമ്പാള് തന്നെ പെണ്ണെന്ന്. അമ്പാള് പെണ്ണാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? ഇപ്പളാ ശരിയായത്. ഒന്നാം സമ്മാനം ലൂഡോ. ഒരാൾ കൂടെ ഉണ്ട്. കടന്നു വരോ. തുടങ്ങാം. നമ്മുടെ സീറ്റുകളെല്ലാം ഫുള്ളായി. ഇനി നിങ്ങളുടെ വയറുകൾ കൂടി ഫില്ലായാൽ മത്സരം കെങ്കേമം. ശ്രദ്ധിക്കുക, ആദ്യം 10 ഇഡ്ഡലി ആയിരിക്കും തരുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത 10 ഇഡ്ഡലി. 15 മിനിറ്റ് ആണ് നമ്മുടെ മത്സര സമയം. നീ സാറ്റ് കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുക്കൂടാ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മത്സരം തുടങ്ങുന്നതാണ്. അവിടെ ഇഡ്ഡലി കൊടുക്കൂ. എല്ലാവർക്കും ഇഡ്ഡലി കൊടുക്കുക. ഇവിടെ കൊടുക്കുക. തീറ്റ മത്സരം ആരംഭിക്കുകയായി. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒരു വെടിയൊച്ച കേൾക്കുന്നതാണ്. വെടിയൊച്ച കേട്ടാൽ ഉടനെ തീറ്റ തുടങ്ങുന്നതാണ്. മറ്റൊരറിയിപ്പ്, ഘോഷയാത്രയ്ക്ക് എത്തിയ കുംഭംകളിക്കാരുടെ മാനേജർ പളനിയപ്പൻ കളിക്കാരെ റെഡിയാക്കി നിർത്തേണ്ടതാണ്. തീറ്റ മത്സരം ഉഷാറായി നടക്കട്ടെ. എല്ലാവരും റെഡിയായില്ലേ? സമയേ തമ്പുരു വന്നില്ല. എന്തൊരു കഷ്ടാണേ. ഇവനക്ക് ഈ സമയത്ത് എവിടെ പോയി കിടക്കുക? ആ വരണു. നീ ഇത് എവിടെ പോയി കിടക്കടായി ഈ നേരത്തെ? ലിഫ്റ്റിക്കില്ല അണ്ണാ, എല്ലാം ഇവളുമാരെടുത്ത് തേച്ചു. ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? എന്നാവാ ഞാൻ തരാം ലക്ഷം. എന്നാ കാണിക്ക്. അവശേഷിക്കുന്ന 3 പേര് നെഞ്ചോടെഞ്ച് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ മുൻപന്തിയിൽ നിൽക്കുന്ന എന്താ പേര്? ആ പേരുകാരൻ മുൻപിട്ടിരിക്കുന്നു. ഇതാ വെടികൊട്ടി. കണ്ടെത്തിയിരിക്കുന്നു. മത്സരത്തിന്റെ വിജയി.
അതങ്ങണ്ട് പിടിപ്പിക്കേ. വെങ്കിടിയെ, നീ ഞങ്ങളുടെ സ്വത്താണ്ട. ഇന്ന് മുതൽ നീ ഇവിടുത്താരനാ. പിന്നെന്താ പ്രശ്നം? ഇനി ഇവിടെ മതി നിന്റെ കച്ചവടമൊക്കെ. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും. അതുപോലെ താമസിക്കാൻ ഒരു വീട്, നല്ലൊരു വീട് ഞാൻ ശരിയാക്കി തരും. ഞാൻ തരും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്തിനാണ് വീട്? ഇവിടെ ഷാപ്പിൽ കിടക്കാം, സുഖമായിട്ട് കിടക്കാം. ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ അമ്പാളിന്റെ വീടിന്റെ അടുത്ത് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന വീട്. നമ്മുടെ അമ്പാൾ അല്ലടാ പന്നി, എന്റെ അമ്പാള്. അവളെ കെട്ടിയോ എനിക്കെന്താ ഒരു വിലയുമില്ലേ? ആ വീട് പപ്പൻ ചോദിച്ചാ കിട്ടും. അത് ഞാൻ ചോദിക്കാം. ഞാൻ ചോദിച്ചാ കിട്ടും. വെങ്കടേ, നിനക്ക് കൂട്ടുവാണെങ്കിൽ അവനെയും കൂട്ടിക്കോ. ബെസ്റ്റ്